ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു കുഞ്ഞ് ഹെയർ കളറിങ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ കളർ ഞാൻ എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുടിയിൽ എന്താ പറയുക കെട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. മുടി നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് സെറ്റാക്കി ഇടണം. നല്ലപോലെ ഹെയർ നല്ല കിടിലായിട്ട് വാഷ് ചെയ്തെടുക്കണം. എണ്ണമയമോ അല്ലെങ്കിൽ കണ്ടീഷണർ ഒന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഷാമ്പൂ മാത്രം ഇട്ട് നന്നായിട്ട് സ്കാൽപ്പും അതേപോലെ നമ്മുടെ ഹെയറിൽ ഒരു ഇറ്റ് പോലും ഓയിലില്ലാത്ത രീതിയിൽ ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് സ്ട്രിയാക്സിൻ്റെ പ്രൊഫഷണൽ ഹെയർ കളറാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഷെയ്ഡ് 9 ആണെന്ന് തോന്നുന്നു, ക്യാരമൽ ബ്രൗണോ അങ്ങനെ എന്താണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. അപ്പം ഞാൻ മുടി മൊത്തം ഒന്ന് ബ്രൗൺ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓൾറെഡി ഇത് ബ്രൗൺ കളർ, അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ഒരു ഭംഗിയുള്ള ബ്രൗൺ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ആ കളറ് ട്യൂബിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് വോളിയം 20യുടെ ഇതാണ് ഡെവലപ്പറാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് വോളിയം 30, കാരണം എൻ്റെ ഇച്ചിരി കട്ടിയുള്ള മുടിയായതുകൊണ്ട് ഇത് രണ്ടും ഏകദേശം ഒരു 2:1 റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നുണ്ട്, ഇച്ചിരി എടുക്കുന്നുള്ളൂ. അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കണക്കറിയാം. അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇത് ചെയ്യരുത് കേട്ടോ. അപ്പം നന്നായിട്ട് നോക്കി കറക്റ്റ് അളവ് എടുത്തിട്ടൊക്കെ ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒരുപാടങ്ങ് കളർ ബ്രൗൺ ആയി പോവുകയും ചെയ്യരുത്, പക്ഷേ എനിക്കൊരു ബ്രൗൺ കളർ വേണം താനും അതിനാട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഈ മുടിയുടെ ഒരു ക്രൗൺ ഏരിയയിൽ നിന്ന് എന്താ പറയുക ഫ്രണ്ടിൽ നിന്ന് ആ ബാക്ക് വരെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിലുള്ള ആ ഹെയർ മാത്രം എടുത്തിട്ട് ഉടക്ക് കളഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുക, ഈ ഹെയർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഗ്ലൗസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നഖത്തിലും കയ്യിലൊക്കെ ഇത് കെമിക്കലാണല്ലോ ഇവിടെ നമുക്കറിയാലോ, അലർജി വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ കമ്പൽസറി ആയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അത് എടുത്ത് പറയാം, കാരണം നമ്മൾ അറിയാതാണെങ്കിൽ പോലും നമ്മുടെ കഴുത്തിലെയോ ഫേസിലോ സ്കിന്നിൽ എവിടെയെങ്കിലും ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ അതേപോലെ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുമല്ലോ ചെവിയുടെ ബാക്കിൽ ആ പോർഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കുക ഒരു 1/2 to 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ഹെയർ കളർ ചെയ്യാം കേട്ടോ. അങ്ങനെ വേണം ശരിക്കും ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ കളറ് മൊത്തത്തിൽ ആ ഹെയറിൽ നന്നായിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രഷ് വന്നിട്ട് വികയുടെ ബ്രഷാണ്, നല്ല ബ്രഷാണ് കേട്ടോ, അടിപൊളി ഭയങ്കര ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. പിന്നെ ഇച്ചിരി വൈഡാണ്, ഒരു കുഞ്ഞു ബ്രഷ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് ഇങ്ങനെ എന്താ പറയുക ഗ്ലോബൽ കളറൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലത്. മുടി മൊത്തത്തിൽ കളർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് നല്ലതാണ്. ഹൈലൈറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും, അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഇച്ചിരി മെനക്കേടാണ് ഈ ബ്രഷ് വെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുടി എല്ലാ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യുക. ഹോൾ ഹെയറാണ് ഞാൻ ചെയ്യുന്നത്, ഫുള്ള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കുഞ്ഞു പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യുകയാണ്. ഇത് ആക്ച്വലി ഫോയിൽ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ കളർ കൂടിപ്പോയി കഴിഞ്ഞാൽ പണിയാം, അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ ചെയ്യുന്നില്ല. അല്ലാതെ ജസ്റ്റ് കളർ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക എല്ലായിടത്തും ഒന്ന് ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാനാണ് പോകുന്നത്. നമ്മൾ അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 20 minutes ആണ് ഞാനിതിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഹെയർ കളർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നത്. 20 to 40 minutes വരെ ഇരിക്കാം. നമുക്ക് എത്രത്തോളം കളർ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണല്ലോ. കുറേ നേരം ഇടുന്ന കുറച്ചുകൂടെ കളറാവും. അപ്പോൾ ഞാനൊരു 20 minutes ഒക്കെ ഇരിക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഓവർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 20 minutes, മാക്സിമം ഒരു 25 minutes, അതിൽ കൂടുതൽ ഞാൻ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ മുകളിലത്തെ നമ്മുടെ ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ബാക്കി വെച്ചിരുന്നല്ലോ ആ ഹെയർ മൊത്തം ചെയ്യണം. അതിനകത്ത് ഞാൻ മറ്റേ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടതൊക്കെ ഉണ്ട്, ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വന്തമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുക്കാം. ആക്ച്വലി ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ഒരുമാതിരി നമ്മുടെ തല കുത്തുന്ന സ്മെല്ലാണ്, ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലാണ്. പക്ഷേ നമുക്ക് റിസൾട്ട് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചെയ്യുമല്ലോ എന്തായാലും. ആ ഒരു അമോണിയയുടെ ആണോ അമോണിയ ഫ്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഒരു ഭാരത്തൊരു സ്മെല്ലുണ്ട്. പിന്നെ ഞാൻ സ്ട്രിയാക്സിൻ്റെ വൈബ്രൻറ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, എടുത്തിട്ട് ഇങ്ങനെ മുടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണക്ക് കുഞ്ഞൊരു സെക്ഷൻ എടുക്കുക. ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ സിഗ്സാഗ് പോലെ ഇടയ്ക്കുള്ള ആ ഒരു സെക്ഷൻ ഓഫ് ഹെയർ മാത്രം എടുക്കുക. ഗ്ലൗസ് എപ്പോഴാണ് കേട്ടോ ഇടുന്നത്, ഗ്ലൗസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലെ തൊലിക്ക് ഒരുമാതിരി പിരിപിരാന്നാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെടുത്തിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഈ കളർ അടിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഞാൻ ഇപ്പുറത്തെ കൈ ഗ്ലൗസ് ഇട്ടില്ല, ഓ മൈ ഗോഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടിയിൽ നന്നായിട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോയിൽ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ട് കേട്ടോ. ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമാണ്, പക്ഷേ എനിക്കങ്ങനെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് എത്ര സ്ട്രീക്സ് വേണോ, എത്രത്തോളം ഹൈലൈറ്റ്സ് നമുക്ക് വേണോ ആ പോർഷൻസിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 22 സ്ട്രീക്സ് ആണെന്ന് തോന്നുന്നു. 22 ഉണ്ടോ? 22 ഉണ്ട് കേട്ടോ. 22ഓളം സ്ട്രീക്സ് ചെയ്യുന്നുണ്ട് മൊത്തത്തിലാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് മുടിയുടെ എൻസിലും ഒക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ
ബാക്കി വന്ന കളറെല്ലാം എടുത്ത് മുടിയുടെ എൻസിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഷറബറ ഇതെല്ലാം വലിച്ചിളക്കുകയാണ്. അപ്പോൾ കണ്ടോ കളറായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കളറായിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ ഈ ഫോയിലെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം ബാക്കി കളർ ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ എൻസിലൊന്ന് അടിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ട് ബാക്കി അത് ഞാൻ അടിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കോംബ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കോംബ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് ഒരുമാതിരി ചെന്നം ഭിന്നം ഒരുമാതിരി ഇരുന്നുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ കളർ എല്ലായിടത്തും അങ്ങ് ആവുകയും ചെയ്യൂടാ. എനിക്ക് റിസൾട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഫോയിൽ കണ്ടോ, കുറേ ഫോയിലുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ എൻസിൽ ബാക്കിയുള്ള കളർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം എത്രത്തോളം കളറ് നമ്മുടെ ഹെയറിൽ വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു കുഴപ്പം, ഇത് നമ്മുടെ ഹെയറിനെ കുറച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഹെയർ കെയർ നന്നായിട്ട് ചെയ്യുക. ഹെയർ കളർ ചെയ്തിട്ട് ഒരാഴ്ചത്തേക്ക് തലയിൽ എണ്ണ വെക്കാതിരിക്കുക, കളർ ഒന്ന് ഡിം ആവും കേട്ടോ. അപ്പം അതിന് പകരം നന്നായിട്ട് ഷാമ്പു ചെയ്യുക, കണ്ടീഷണർ ഇടുക, പിന്നെ ഹെയർ സിറംസ് ഇടുക കേട്ടോ. ഞാൻ ഹെയർ സിറം യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ ഹെയർ സിറമാണ്. എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കംപ്ലീറ്റ് ലുക്കൊന്ന് മാറിയ പോലെയല്ല, എൻ്റെ ഫേസിന് ഭയങ്കര ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേസിൽ ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ലുക്ക്. ഓക്കെ, അപ്പോൾ മുടി കട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും മുടി കളർ ചെയ്തതാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എൻ്റെ ഫേസിന് നല്ലപോലെ സ്യൂട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കമ്പൽസറി ആയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലേ ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.